ലോകത്തിൽ നിലനിന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ മിക്ക സംസ്കാരങ്ങളും കോമണായി ഫോളോ ചെയ്യുന്ന ഒന്നാണ് നാഗാരാധന. ലോകത്തിൽ അനേകം ജീവവർഗങ്ങൾ ഉണ്ടായിട്ടും ഉഗ്രവിഷമുള്ളതും അപകടകാരികളുമായ ഈ ജീവവർഗത്തെ എന്തുകൊണ്ട് മനുഷ്യൻ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ പുരാണങ്ങൾ വച്ച് നോക്കുമ്പോൾ നാഗങ്ങൾ വസിക്കുന്നത് നാഗലോകത്താണ്, അതായത് പാതാള ലോകത്ത്. ഈ ലോകത്തിനെ മൊത്തം 14 ലോകങ്ങളായാണ് പുരാണം തിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും താഴെ വരുന്ന ലോകമാണ് പാതാള ലോകം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. പാതാള ലോക നിവാസികളായ നാഗങ്ങൾ എങ്ങനെ ഭൂമിയിലെത്തി, എങ്ങനെ അവർ മനുഷ്യരുടെ ആരാധനമൂർത്തികളായി എന്നെല്ലാം അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. മഹായോഗിയായ കശ്യപ മഹർഷിയും കദ്രുവും തമ്മിൽ പ്രണയത്തിലാകുന്നു. അവർക്ക് ജനിച്ചത് ഒരു പുതിയ ഇനം ജീവവർഗമായിരുന്നു, നാഗ ഇനം. കദ്രു മൊത്തം 1000 പാമ്പുകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അവർ കൂട്ടമായി പാതാള ലോകത്തിൽ വസിക്കുവാൻ ആരംഭിക്കുന്നു. അവരിൽ ഏറ്റവും മൂത്തയാളും അവരുടെ രാജാവുമായിരുന്നു ആദിശേഷൻ. എന്നാൽ തൻ്റെ ഇനത്തിന് യാതൊരു കരുണയും സ്നേഹവുമില്ല എന്നതിൽ ആദിശേഷൻ വളരെ ദുഃഖിതനായിരുന്നു. അവസാനം ആദിശേഷൻ നാഗലോകം ഉപേക്ഷിച്ച് ഭൂലോകം വന്നു ചേരുന്നു. അവിടെ ഹിമാലയത്തിൽ കഠിനമായി തപസ് ആരംഭിക്കുന്നു. ആദിശേഷന്റെ കൊടും തപസ്സിൽ മനസ്സലിഞ്ഞ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ആദിശേഷന്റെ മറുപടി കേട്ട് ബ്രഹ്മദേവൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇനിയും കഠിനമായി തപസ് ചെയ്യുവാനുള്ള വരമാണ് ആവശ്യം എന്ന് ആദിശേഷൻ പറഞ്ഞു. എന്തിനാണ് എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: എനിക്ക് ഭഗവാൻ നാരായണനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാകണം, എനിക്ക് അദ്ദേഹത്തിനൊപ്പം വസിക്കണം. ഇതിന് മറുപടിയായി ബ്രഹ്മദേവൻ പറഞ്ഞു: ആദിശേഷ, നീ നിന്റെ വിശ്വരൂപത്തിൽ പാൽക്കടലിൽ നിലയില്ലാതെ നിൽക്കുന്ന ഭൂമിയെ നിന്റെ ശിരസിൽ ചുമന്ന് പാതാളത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു തണ്ട് പോലെ നിൽക്കണം. അതിനുശേഷം നീ ഭഗവാനെ തേടി അലയേണ്ട ആവശ്യമില്ല. പാൽക്കടലിൽ പള്ളി കൊണ്ട നാരായണൻ നിന്റെ അരികിൽ തനിയെ എത്തിക്കൊള്ളും. സമയം ഒട്ടും പാഴാക്കാതെ ആദിശേഷൻ ബ്രഹ്മദേവൻ പറഞ്ഞപടി നിന്നു. ശേഷം വിഷ്ണു ഭഗവാൻ ആദിശേഷനെ തൻ്റെ മെത്തയായി സ്വീകരിച്ചു. ആദിശേഷൻ ഭൂമിക്കും പാതാളത്തിലും ഇടയിൽ ഒരു രഹസ്യമാർഗം ഉണ്ടാക്കി. അതിനുശേഷം പല നാഗങ്ങളും ഭൂലോകം വന്നണഞ്ഞു. അതിൽ വാസുകി, അതായത് ആദിശേഷന്റെ നേരെ ഇളയ അനിയൻ, ഭൂമിയിൽ വന്നു ദേവദേവൻ മഹാദേവനെ നോക്കി കഠിനമായി തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായ ദേവാദിദേവൻ വാസുകിയെ തന്റെ ഹാരമായി കഴുത്തിലണിഞ്ഞു. ഒരു നാൾ പാണ്ഡവരുടെ തലമുറ രാജാവായ പരീക്ഷിത്തിനെ ഒരു മഹർഷി ശപിക്കുന്നു. ഇന്നേക്ക് 7ാം നാൾ നീ സർപ്പം തീണ്ടി മരിക്കും എന്ന്. അതിൽ ഭയന്ന രാജാവ് 7 കടലിലും അക്കരെ ഒരു ചെറിയ ദ്വീപിൽ താമസം തുടങ്ങി. ഒരു ദിവസം ആഹാരത്തിന്റെ കൂടെ കഴിക്കുവാനെടുത്ത ഒരു പഴത്തിൽ നിന്നും ഒരു ചെറിയ പുഴു ഇറങ്ങി വന്നു. പുറത്തു വന്ന പുഴു ക്ഷണനേരത്തിൽ വലിയ നാഗമായി മാറി രാജാവിനെ വധിച്ചു. ആ നാഗം ആദിശേഷന്റെ 2ാമത്തെ അനിയനായ തക്ഷകൻ ആയിരുന്നു. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ പരീക്ഷിത് രാജാവിൻ്റെ മകനായ ജനമേജയൻ കോപത്തിൽ സർപ്പസത്രയാഗം ആരംഭിച്ചു. ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ യാഗം തുടങ്ങി മന്ത്രങ്ങൾ ചൊല്ലി യാഗാഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ നാഗങ്ങളും തനിയെ വന്നു യാഗാഗ്നിയിൽ സ്വയം ചാടി മരിക്കും. ഇതിൽ നിന്നും വിഷ്ണു ഭഗവാന്റെ മെത്തയായ ആദിശേഷനോ ദേവാദിദേവൻ മഹാദേവന്റെ ഹാരമായ വാസുകിക്കോ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഈ വലിയ പ്രശ്നം വാസുകിയും ആദിശേഷനും തമ്മിൽ ചർച്ച ചെയ്തു. അവസാനം ആദിശേഷൻ ഒരു വഴി കണ്ടെത്തുന്നു. വാസുകിയുടെ മകളെ ഒരു മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകുന്നു. അവർക്ക് ഒരു മകൻ ജനിക്കുന്നു. അവന് അവർ അസ്തകർ എന്ന് നാമകരണം ചെയ്തു. അസ്തകർ വളർന്നു വന്ന് യാഗത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്നു. അവിടെ യാഗാഗ്നിയിൽ വീണു മരിച്ച എല്ലാ നാഗങ്ങൾക്കും വീണ്ടും ജീവൻ നൽകുന്നു. നാഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന എന്നാൽ വളരെ ശക്തി നിറഞ്ഞ സ്നേഹവും നിറഞ്ഞ തൻ്റെ ആദിശേഷനെ ഭഗവാൻ വിഷ്ണു തൻ്റെ ഉള്ളത്തിൽ കുടിയിരുത്തുന്നു. അതിനാൽ തന്നെ വിഷ്ണു ഭഗവാൻ ഭൂലോകത്തിൽ ഏത് അവതാരത്തിൽ വന്നാലും ആദിശേഷനും കൂടെ തന്നെ ഉണ്ടാകും. ഉദാഹരണത്തിന് വിഷ്ണു ഭഗവാൻ രാമനായി വന്ന സമയം അദ്ദേഹത്തിൻ്റെ അനുജനായി വന്നത് ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ ആയിരുന്നു. വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി വന്ന സമയം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായി വന്നത് ആദിശേഷന്റെ അവതാരമായ ബലരാമൻ ആയിരുന്നു. പാതാള ലോകത്തിനും ഭൂമിക്കും ഇടയിലുള്ള മാർഗം സൃഷ്ടിച്ചത് ആദിശേഷനാണ്. അത് ഇന്നും അദ്ദേഹം കാത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.